എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ 2 ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ആദ്യം ചേന ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചേന തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല ചെറിയ രീതിയിൽ കനമൊന്നുമില്ലാതെ അരിഞ്ഞെടുക്കാം. ചേന ഒട്ടും കനമില്ലാതെ വേണം അരിഞ്ഞെടുക്കാൻ, എന്നാലേ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ ചെറിയ പീസസായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ ചേന ഉപ്പേരി നമുക്ക് വറുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് തണുത്തു പോകും. അപ്പോൾ അപ്പോഴപ്പോഴുള്ള ആവശ്യത്തിന് മാത്രമേ വറുത്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതാ ഈ ഒരു രീതിയിൽ ചേന നമുക്ക് ആവശ്യമുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് നന്നായിട്ട് കനം കുറഞ്ഞ് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് കലക്കിയെടുക്കാം. ഈ ചേന വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി ഇത് വറുക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വറുത്ത് കോരിയെടുക്കാം. ചേന കുറച്ച് അധികം സമയം എണ്ണയിൽ കിടക്കണം, എന്നാലേ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടുകയുള്ളൂ. എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് വേണം നമുക്ക് ഈ മഞ്ഞളും ഉപ്പും കലക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതായിപ്പോൾ ചേന ഒന്ന് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വറുത്ത് കോരിയെടുക്കാം. ചേന നന്നായിട്ട് മൂത്തുവരുമ്പോഴേക്കും വലിപ്പം നല്ലതുപോലെ കുറയും. ഞാൻ എണ്ണ ഒരുപാട് ബാലൻസ് വരണ്ടെന്ന് പറഞ്ഞ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന എത്രയും കുറേശ്ശെയായിട്ടിട്ട് പല തവണയായിട്ടാണ് വറുത്ത് കോരിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത ചേന നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്നും കോരി ഒട്ടും നനവൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാലൻസ് ഉള്ളതെല്ലാം ഈ ഒരു രീതിയിൽ വറുത്ത് കോരി എടുക്കാം. മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളം എണ്ണയിൽ വെച്ച് തന്നെ ഇട്ട് കൊടുത്തോളൂ, എന്നാലേ ചേനയ്ക്കുള്ളിലൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇതുപോലെ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത കളറൊക്കെ മറിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതാ കണ്ടില്ലേ, അരിഞ്ഞ് വെച്ചിരുന്ന ചേനയുടെയൊക്കെ വലിപ്പം കുറഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വറുത്ത് എടുത്തപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞ് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഉപ്പേരി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ചീമച്ചക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചീമച്ചക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കാം. തേങ്ങ വറുത്തരച്ച് തീയിൽ വയ്ക്കാനും അതുപോലെ തന്നെ പുഴുങ്ങി കഴിക്കാനുമൊക്കെ നല്ലതാണ് ഈ ചീമച്ചക്ക. ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചീമച്ചക്ക 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള ആ പൂഞ്ഞൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് വറുത്ത ഉടനെ കഴിക്കുന്നതാണ് നല്ലത്. സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ ഇതിനൊരു കട്ടി കൂടുതലായിട്ട് വരും. ഇനി ഓരോന്നും എടുത്ത് 4ഓ 5ഓ ആയിട്ട് കീറിയെടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഈ ഒരു കനത്തിൽ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഉപ്പ് നന്നായി അരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചീമച്ചക്ക ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പാത്രം നല്ല രീതിയിലൊന്ന് കുടഞ്ഞെടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം.
ഇത് നമ്മൾ സാധാ ചക്ക വറുക്കുന്ന സമയം പോരാ, ഇതിന് കുറച്ചധികം സമയം എണ്ണയിൽ കിടന്നാലേ നന്നായിട്ടിത് മൂത്ത് വരികയുള്ളൂ. മഞ്ഞൾപ്പൊടി നമ്മൾ ഉപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരു ചെറിയൊരു കളറ് കൂടി കിട്ടും. നന്നായിട്ട് മൂത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വറുത്ത ഉടനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല കറുമുറ ക്രിസ്പി ആയിട്ടിരിക്കും. ഇതുപോലെയെല്ലാം നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഈ രീതിയിൽ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ചീമച്ചക്ക ഉള്ളപ്പോൾ എപ്പോഴും ഒരു രീതി തന്നെ ട്രൈ ചെയ്യാതെ ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓണത്തിന് ഈ 2 തരം ഉപ്പേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.